വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. കനത്ത മഴയിൽ കോഴിക്കോട് നാദാപുരത്ത് കെട്ടിടം തകർന്നു. ചാലിയാറും ചെറുപുഴയും ഇരുവഞ്ഞിയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മിഥില, എന്താണ് വടക്കൻ കേരളത്തിലെ കാലാവസ്ഥാ സാഹചര്യം? ശക്തമായ മഴ മുന്നറിയിപ്പാണ് വടക്കൻ കേരളത്തിലുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇന്നുള്ളത്. കോഴിക്കോടിന്റെ മലയോര മേഖലകളെല്ലാം തന്നെ ശക്തമായ മഴയുണ്ട്. അതേസമയം തന്നെ നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ മഴയില്ല. ഏറ്റവും കൂടുതൽ മഴക്കെടുതി ഉണ്ടായിട്ടുള്ളത് മാവൂരിലാണ്. മാവൂരിൽ ചാലിയാറും ചെറുപുഴയും ഇരുവഞ്ഞിയും കവിഞ്ഞൊഴുകുകയാണിപ്പോൾ. മിഥില ബാലൻ വിവരങ്ങൾ നൽകുന്നുണ്ട്. വീണ്ടും ചേരും മിഥില. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. കനത്ത മഴയിൽ കോഴിക്കോട് നാദാപുരത്ത് കെട്ടിടം തകർന്നു. ചാലിയാറും ചെറുപുഴയും ഇരുവഞ്ഞിയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഥില വീണ്ടും ചേരുന്നു. മിഥില, തുടർന്നോളൂ. മറ്റൊരു നാശനഷ്ടം എന്നത് നാദാപുരത്ത് ശക്തമായ മഴയിൽ കെട്ടിടം തകർന്നു വീണിട്ടുണ്ട്. നാദാപുരം ടൗണിൽ വടകര റോഡിലെ ഇരുനില ഓടുമേഞ്ഞ കെട്ടിടമാണ് തകർന്നു വീണത്. ഇതൊരു പഴയൊരു കെട്ടിടമാണ്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ടൗണിൽ ആൾത്തിരക്കില്ലാത്ത സമയമായതിനാൽ തന്നെ വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കെടുതി പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നാദാപുരം, കുറ്റ്യാടി, ഏറ്റവും കൂടുതൽ മാവൂർ മേഖലയിലാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു മഴ പോലും വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യമാണ് മാവൂർ മേഖലയിൽ ഉണ്ടാക്കുന്നത്. ഏറ്റവും കൂടുതൽ വാഴകൃഷി നടക്കുന്ന ഒരു പ്രദേശമാണ് മാവൂർ മേഖല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന മഴയിൽ, ശക്തമായ മഴയിൽ മാവൂരിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വാഴകൃഷി നാശവും ഉണ്ടായിട്ടുണ്ട്. വേണു. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.